ഹായ് ഡിയർ, വെൽക്കം ടു ടാരറ്റ് വൈബ്സ്. നിങ്ങൾക്ക് ഇന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. മദർ എർത്ത്, മദർ യൂണിവേഴ്സ്, ഡിവൈൻ ഗൈഡ് ചെയ്താലും സീക്രട്സ് റിവീൽ ചെയ്ത് നൽകിയാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികളുടെ കറണ്ട് എനർജി എന്താണ് എന്ന് റിവീൽ ചെയ്ത് നൽകിയാലും ഇത്തരത്തിൽ ഈ വ്യക്തികൾ ബിഹേവ് ചെയ്യുന്നതിനുള്ള കാരണം എന്താണെന്ന് റിവീൽ ചെയ്ത് നൽകിയാലും ഈ ഒരു ദിവസം എൻഡ് ചെയ്യുമ്പോൾ എത്തരത്തിലായിരിക്കും ഇവരുടെ എനർജി എന്ന് ഗൈഡ് ചെയ്ത് നൽകിയാലും കറണ്ട് എനർജിയിൽ 5 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആരോടെങ്കിലും തല്ലുകൂടിയിട്ടൊക്കെ ഇരിക്കുകയാണോ? എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കുള്ളതായിട്ടും നിങ്ങൾക്ക് അത്തരത്തിൽ നിങ്ങൾ പ്രകോപിതരാകുന്നതായിട്ട് കാണുന്നു. മറ്റുള്ള വ്യക്തികൾക്ക് അവരുടെ വാക്കുകൾക്ക് നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നാണ് കറണ്ട് എനർജി കാണുന്നത്. റെസണേറ്റഡ് ആകുന്നുണ്ടോ എന്ന് നോക്കൂ. ഓക്കെ ഡിയർ, ഇതിന് കാരണം കിങ് ഓഫ് പെൻറ്റക്കിൾസ് ആണെന്നാണ്. അതായത് നിങ്ങൾ വളരെയധികം നർച്ചറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. എല്ലാ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും, അതായത് നിങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നൽകുന്നുണ്ടാകാം. അവരെ എല്ലാ തരത്തിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാകാം. അത്തരത്തിൽ വളരെ നർച്ചറിങ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് കാണുന്നു. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം അവരുടെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ളൊരു അപ്രോച്ച്. അപ്പോൾ അത് ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല ചിലപ്പോൾ. അതുകൊണ്ടായിരിക്കാം ആ ഒരു നർച്ചറിങ് ക്വാളിറ്റിയിലുള്ളൊരു വ്യക്തിക്ക് അത്രയും പെയിൻഫുള്ളായിട്ട് തോന്നും മറ്റുള്ളവരുടെ വാക്കുകളും പ്രവൃത്തികളും. നിങ്ങൾ ഈ ഒരു ഡേ എൻഡ് ചെയ്യുമ്പോഴേക്കും 10 ഓഫ് പെൻറ്റക്കിൾസിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് നിങ്ങളുടെ കുടുംബവും ഒത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഉള്ള ഭൗതിക സാഹചര്യങ്ങളൊക്കെയും അനുകൂലമായി വരുന്ന രീതിയിലേക്കാണ് പോകാൻ പോകുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഫാമിലിയിലായിരിക്കാം, അതല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ മറ്റായിരിക്കും നിങ്ങൾക്കൊരു ദേഷ്യമൊക്കെ തോന്നുന്നത്. അതിൽ നിന്നും നിങ്ങളുടെ എനർജി വളരെ വളരെ ഒരു നിങ്ങളുടെ ഫാമിലിക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്ത് അത്തരത്തിൽ അവിടെ നിങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ ഡിയർ, അപ്പോൾ ഈ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്ലെയിം ചെയ്യൂ. അതിനാദ്യം നിങ്ങൾ ഈ ഒരു കറണ്ട് എനർജിയിലാണോ എന്ന് നോക്കൂ, റെസണേറ്റഡ് ആണോ എന്ന് നോക്കൂ. ഓക്കെ ഡിയർ, അപ്പോൾ നിങ്ങളിവിടെ ചെയ്യേണ്ടത്, ആര് നിങ്ങളെ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു പക്ഷേ അവരുടെ വാക്കുകൾ വേദനിപ്പിക്കുന്നുണ്ടാകാം, അത് നിങ്ങളത് ഉള്ളിലേക്ക് എടുക്കാതിരിക്കൂ. നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ചെയ്യൂ. നിങ്ങൾ ഫോക്കസ്ഡായിട്ട് നിങ്ങളുടെ ലൈഫ് നോക്കിയിട്ട് മുന്നോട്ട് പോകൂ. അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഓക്കെ ഡിയർ, നിങ്ങളുടെ ആ ഒരു കാംനെസ്, ഒരു പീസ്ഫുൾനെസ് നിങ്ങൾ വിട്ട് കളയരുത്. മറ്റുള്ളവരുടെ വാക്കോ പ്രവൃത്തിയോ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ നിങ്ങൾ അതിനുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ അതിനുള്ളൊരു അവസരം ആർക്കും കൊടുക്കാതിരിക്കുക. നിങ്ങൾ പീസ്ഫുള്ളായിട്ടിരിക്കുക. ഓക്കെ ഡിയർ, നമ്മുടെ മനസ്സിൻ്റെ കടിഞ്ഞാണ് നമ്മളെ തന്നെ സൂക്ഷിക്കുക. താങ്ക് യു സോ മച്ച്.